101 വയസ്സ് കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് അന്തരിച്ചു. അദ്ദേഹം ഒരിക്കലും മരിക്കരുതേ എന്ന് വലിയ വിഭാഗം മലയാളികൾ ആഗ്രഹിച്ചിരുന്നതായി തെളിയുകയാണ് അനിവാര്യമായ ആ അന്ത്യരംഗം ഉണ്ടായപ്പോൾ ആ, കാണുന്ന പ്രതികരണങ്ങൾ. എത്രയോ വൈകാരികമായ പ്രതികരണങ്ങളാണ് ഇന്നാട്ടിലെ സാധാരണക്കാർ, സ്ത്രീകൾ, പാവപ്പെട്ടവർ, വൃദ്ധജനങ്ങൾ, യുവാക്കൾ വി എസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട വൃദ്ധ വാവിട്ട് നിലവിളിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഹൃദയം വേദനിച്ചു. എന്താണ് വി എസ് എന്ന പ്രതിഭാസം? 10 കൊല്ലക്കാലം പൊതുരംഗത്തില്ലായിരുന്നു വി എസ്. മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയും തീക്ഷ്ണമായി കേരള സമൂഹത്തെ നിരീക്ഷിക്കുന്നയാളുമായ സാറ ജോസഫാണ് ഇന്ന് ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ, ഈ വി എസ് അനുസ്മരണ പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നത്. സാറ ടീച്ചർ, ഈ വി എസ് വിടവാങ്ങൽ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. വി എസ് മരിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. 101 വയസ്സ് കഴിഞ്ഞ ഒരാൾ സാർത്ഥകമായി ഇനി ജീവിച്ചിരിക്കില്ല എന്നും നമുക്കറിയാമായിരുന്നു. എന്നിട്ടും എന്തേ ഈ വലിയ നഷ്ടബോധം? അതിന് ഒരു ഒരു പെട്ടെന്ന് പറയാവുന്ന ഒരു ഉത്തരം, വി എസ് കേരളത്തിന്റെ കണ്ണും കരളും ആയിരുന്നു. അങ്ങനെയാണ് ജനങ്ങൾ വി എസിനെ വിളിക്കുന്നത്, കണ്ണേ കരളേ വി എസ് എ. അതെ. ഒരു രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ വിലയിരുത്തുക അദ്ദേഹം എത്രത്തോളം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ആയാലും ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവിനെ, പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റിനെ, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ ജനങ്ങൾ ആ രീതിയിൽ കണ്ണും കരളുമാക്കിയതിൽ ഒരു അത്ഭുതവുമില്ല. അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ 10 കൊല്ലം രംഗത്തില്ലാതിരുന്നിട്ടും അദ്ദേഹം 102 വയസ്സായിട്ടും അദ്ദേഹം വിടവാങ്ങുമ്പോൾ ജനങ്ങൾ വികാരം കൊള്ളുന്നത്. അതെ. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകമാകമാനം തളർന്നുപോയ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളിൽ ഇങ്ങനെയൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രമാത്രം ജനസമ്മതനായി തുടരുന്നത് പ്രത്യയശാസ്ത്രപരമായ ഒരു നിലപാടിൽ ജനങ്ങൾ ചെയ്യുന്നതൊന്നും അല്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റെന്തൊക്കെയോ പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ടല്ലേ? ലോക കമ്മ്യൂണിസ്റ്റുകൾ കാണേണ്ടതല്ലേ ഇന്ത്യ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ 2025 കേരളം പോലൊരിടത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ലഭിക്കുന്ന ഈ അന്ത്യാഞ്ജലി? തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനല്ലല്ലോ തകരാറ്. ഇനി അഥവാ സൂക്ഷ്മമായ തകരാറുകൾ പരിശോധിച്ച് നമുക്ക് കണ്ടെത്താമെന്ന് തന്നെ ഇരിക്കട്ടെ, അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു വലിയ വിമോചന സ്വപ്നം ഉണ്ട്. ആ സ്വപ്നം ഇക്വാലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. തുല്യത, എല്ലാ മനുഷ്യർക്കും തുല്യത വാഗ്ദാനം ചെയ്യുന്നു. ഇത് വി എസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിയുറച്ച ഒരു സഖാവാണ്. പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടായി, എന്തുകൊണ്ട് വി എസ് പുറത്തേക്ക് വരുന്നില്ല എന്ന് പലരും ചോദിച്ച ഒരു വല്ലാത്തൊരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലും പുറത്തു വന്നിട്ടല്ല, അകത്ത് നിന്നിട്ടാണ് ഇതിനെ ശരിപ്പെടുത്തി എടുക്കേണ്ടത് എന്ന ഒരു അഭിപ്രായമാണ് വി എസിനുണ്ടായിരുന്നത്. അദ്ദേഹം അന്ത്യം വരേക്കും അത് തന്നെയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിലെ ആഴത്തിൽ പതിപ്പിച്ച് എടുക്കുകയും അതിനെ കൊച്ചുനാൾ തൊട്ട് തന്നെ അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ജനപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് വി എസ്. കമ്മ്യൂണിസ്റ്റുകാരനായാൽ പോരാ, ജനകീയനുമാവണം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായത്. അപ്പൊ ജനകീയൻ എന്ന് പറയുമ്പോൾ തൻ്റെ പാർട്ടിയുടേതല്ലാത്ത, തൻ്റെ പാർട്ടിയിലുള്ളവരല്ലാത്ത ആളുകളെ കൂടി ഉൾക്കൊണ്ടിട്ടാണ് ആ ഒരു ജനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ പാർട്ടിക്കാർ മാത്രം എന്നുള്ളതല്ല ആ കോൺസെപ്റ്റ്. എൻ്റെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജനത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന് ജനകീയമായിട്ട് ചിന്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഒരു പക്ഷേ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് പാർട്ടിയിൽ വന്ന് മാപ്പ് പറയണമെങ്കിൽ മാപ്പ് പറയാം, അത് കുഴപ്പമില്ല. എത്രയോ സന്ദർഭങ്ങൾ.
എല്ലാ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉം, AKG അമരാവതി സമരത്തിലേക്ക് കയറി ചെന്നത് അങ്ങനെയാണ്. ഉം, വടക്കനച്ചൻ അവിടെ ഉപവാസം കിടക്കുന്നു. കുടിയൊഴിക്കൽ സമരമാണ്. AKG പാർട്ടിയുടെ അനുവാദം നോക്കിയോ, പാർട്ടിയുടെ പിന്നെ ഇത് കിട്ടിയിട്ടൊന്നുമല്ല, നേരെ ആ സമരപന്തലിലേക്ക് കയറി ചെല്ലുകയാണ്. പാർട്ടിയുടെ അച്ചടക്കപരമായ കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ പുറത്തു നിന്ന് നോക്കി മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് അതൊരു അച്ചടക്ക ലംഘനം ആണ്. പക്ഷെ ആ അച്ചടക്ക ലംഘനം എന്ന് പറയുന്നതിനേക്കാൾ വളരെ വലുതാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലൊരു ലംഘനം നടത്തുക എന്നുള്ളത്. അതിൽ തന്നെയാണ് VS വിശ്വസിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പാർട്ടിക്ക് പുറത്ത് വി എസിനെ പാർട്ടി പുറത്താക്കിയുമില്ല. ഈ ഇല്ല. വി എസിനേക്കാൾ വലിയ അച്ചടക്ക ലംഘനമൊന്നും അല്ല, അതിനേക്കാൾ എത്രയോ നിസ്സാരമായ അച്ചടക്ക ലംഘനം നടത്തിയ ഗൗരിയമ്മയെയും അതെ. MVR-നെയും ഒക്കെ ഉം, പുറത്താക്കിയ പാർട്ടി VS-നെ ഉം. പുറത്താക്കാനുള്ള ധൈര്യം കാണിച്ചില്ല എന്നുള്ളതും ആ, അതെ. ഒരു ഉം. വസ്തുതയാണ്. പക്ഷേ VS എന്നും പാർട്ടിക്ക് പുറത്തേക്ക് ഞാൻ മരിക്കുന്നത് വരെ ഈ പാർട്ടിക്ക് പുറത്തു പോകില്ല എന്നും, എന്നാൽ ഞാൻ ഇതിന് ഉള്ളിൽ ഒരു നിതാന്ത പ്രതിപക്ഷമായിട്ട് നിൽക്കുകയും ചെയ്യും എന്നുള്ളതുമായ ഒരു രീതിയാണ് അദ്ദേഹത്തിന് അതെ. ഉണ്ടായിരുന്നത്. അതെ, ഇന്ന് ഇന്ന് തീർച്ചയായിട്ടും. അതിനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു, ഇന്നലെ പ്രൊഫസർ MK സാനു മാഷ് പറഞ്ഞൊരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു VS-നെ ഉം, കുറിച്ച് പറഞ്ഞത്. ഉം. VS എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ മറ്റുള്ള അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള മറ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ നിന്നും വ്യത്യസ്തനാക്കിയത് അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽ നിന്നും വലിയ നേതാവായി വളർന്ന ഒരേ ഒരാളാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തലമുറയിലുണ്ടായിരുന്ന ബാക്കി ബംഗാളിലെ ആണെങ്കിലും കേരളത്തിലെ ആണെങ്കിലും ആന്ധ്രയിലെ ആണെങ്കിലും എല്ലാം സഖാക്കളും വലിയ നേതാക്കന്മാരും അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽ നിന്നും വന്നതല്ല എന്നുള്ളത്. അപ്പോൾ ഈ നിസ്വരുടെ നേതാവ് എന്ന ഇമേജ് അദ്ദേഹത്തിൽ അവസാനം വരെ തുടർന്നു, ഇല്ലേ? അതെ, അതെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയ ഒരു നിർദ്ദേശവും ആദ്യത്തെ നിർദ്ദേശവും അത് തന്നെയായിരുന്നല്ലോ. ഇയാള് പോയി പ്രവർത്തിക്കേണ്ടത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ട് കർഷകരുടെ ഇടയിലാണ്. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടെ സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ പോയി അവരെ സംഘടിപ്പിച്ച് സമരമുഖത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്ന നിർദ്ദേശമാണ് സഖാവ് കൃഷ്ണപിള്ള അദ്ദേഹത്തിന് കൊടുത്തതെന്നും, അദ്ദേഹത്തിന്റെ ആ ഒരു കൗമാര യൗവന കാലഘട്ടത്തില് അദ്ദേഹം അവിടെ പോയി അദ്ദേഹം നടത്തിയ ഒരു പ്രവർത്തനത്തിന് ഫലമായിട്ട് അത് ചരിത്രമായി മാറി എന്നും ഒക്കെ വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തില് എനിക്ക് തോന്നുന്നു എന്തിനാണ് VS പുറത്താകുന്നത്? എന്തിന് ഉം. VS പുറത്തു പോകണം? VS ആണ് ആ പാർട്ടി ഉണ്ടാക്കിയ ഒരാള്. 32 പേർ ചേർന്നിട്ട് CPM രൂപീകരിക്കുമ്പോൾ അതിലെ ഉണ്ടായിരുന്ന തലമുതിർന്ന നേതാവാണ് VS അച്യുതാനന്ദൻ. അപ്പൊ അദ്ദേഹമല്ല പാർട്ടിക്ക് പുറത്തു പോകേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടി പാർട്ടിയുടെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങളിൽ നിന്നും പ്രത്യയശാസ്ത്രത്തിൽ നിന്നൊക്കെ തെന്നിപ്പോകുന്നവരാണ് പുറത്തു പോകേണ്ടത്. ഉം. അദ്ദേഹം അതിൽ അടിയുറച്ചു നിൽക്കുകയായിരുന്നു. അത് തന്നെ. അദ്ദേഹം അതിൽ അടിയുറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. അവസാന ശ്വാസം വരെയും അദ്ദേഹം അതിൽ നിന്ന് തെന്നിപ്പോയിട്ടില്ല. അപജയം ഒരു ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം പാർട്ടിക്ക് വേണ്ടി ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വെട്ടിനിരത്തൽ പോലെയൊക്കെയുള്ള സംഗതികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം. ഉം. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം തൊട്ട് അദ്ദേഹം തൊഴിലാളി വർഗത്തിന്റെ ഒപ്പമായിരുന്നു. തൊഴിലാളികളുടെ കൂടെ തന്നെയായിരുന്നു. അവരുടെ പ്രശ്നങ്ങളുടെ ഒപ്പമായിരുന്നു. അവരുടെ ദാരിദ്ര്യത്തിന്റെ ഒപ്പമായിരുന്നു. സാര ടീച്ചർ ഇപ്പോൾ പറഞ്ഞപ്പോൾ കുട്ടനാട്ടിലെ സ്ത്രീകളെ അധസ്ഥിതരായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിക്കണമെന്ന് പാർട്ടി യുവാവായിരുന്ന ഈ VS-നോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഇന്നത്തെ നാം ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് VS-ൻ്റെ ഭൗതിക ശരീരം കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇഞ്ചായിട്ട് അതിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. വലിയ അതെ. സ്ത്രീ സമൂഹമാണ് ടീച്ചറെ, വലിയ സ്ത്രീ സമൂഹമാണ്. ഇത്രമാത്രം സ്ത്രീ സമൂഹം സ്നേഹിച്ച ഒരു നേതാവ് VS-നെ പോലെ സമീപകാല കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഇപ്പം ഇന്ന് ഈ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് കേശവദാസപുരത്തെ ഒരു വിഷ്വൽ കാണുകയായിരുന്നു. 8 മാസം ഗർഭിണിയായ ആതിര എന്ന പെൺകുട്ടി കഴിഞ്ഞ 2.5 മണിക്കൂറായിട്ട് VS-നെ കാണാൻ വേണ്ടി, അത് പറയുമ്പോൾ തന്നെ എനിക്ക് എന്നിലൊരു വികാരം ഉണ്ടാകുന്നുണ്ട്. അതായത് ആ
പെൺകുട്ടി എട്ടര മാസം ഗർഭിണിയായ ആ പെൺകുട്ടി വി എസിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് 2.5 മണിക്കൂറായിട്ട് ആ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഈ സ്ത്രീ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണോ അതോ ഈ സത്യസന്ധനായ ഈ രാഷ്ട്രീയക്കാരൻ പോയി കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലാന്ന് സ്ത്രീകൾക്ക് തോന്നുന്നത് കൊണ്ടാണോ? അതെല്ലാം തന്നെ കാരണമാണ്. വി എസിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റ്, വിശ്വാസം എന്ന് പറയുന്നത് വളരെ ബലവത്തായ ഒന്നായിരുന്നു. കാരണം കേരളത്തിലെ ഉടനീളം ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടനാട്ടിലെ കർഷക സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ, അവിടുത്തെ ജന്മിത്വ വ്യവസ്ഥയെ അവർക്ക് നേരെ നടത്തുന്ന ചൂഷണങ്ങളെയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന് നേർക്ക് നടത്തുന്ന ആക്രമണങ്ങളെയും ഒക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ അവസാനം വരെ വി എസ് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോ പോലീസ് സ്റ്റേഷൻ പോലീസുകാരെ റേപ്പ് ചെയ്ത സ്ത്രീകളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 70കളിലാണെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ ഓർമ്മ ശരിയല്ല. 4 സ്ത്രീകളെ പോലീസുകാരെ റേപ്പ് ചെയ്തിട്ട് അത് അച്യുതാനന്ദ കുഴിച്ചു മൂടാനായിട്ടുള്ള ശ്രമം നടന്നു. രാജ്കി രാമനും വി എസിന് ഈ വിവരം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം പോകുന്നു, തെളിവെടുക്കുന്നു, തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം അത് അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനം, ആ ഒരു രാത്രി മുഴുവനുമുള്ള അദ്ദേഹത്തിന്റെ പിന്നെ അന്വേഷണവും അദ്ദേഹത്തിന്റെ നിരന്തരമായ അധ്വാനവും കൊണ്ടാണ് ആ ഒരു കേസ് നിയമസഭയിലേക്ക് എത്തുന്നത്. അത് കുഴിച്ചുമൂടാൻ പറ്റാത്ത ഒരവസ്ഥയിലായി പോലീസുകാർ ശിക്ഷിക്കപ്പെടുന്നത് വരെ അദ്ദേഹം അവിടെ നിന്നു. സൂര്യനെല്ലി കേസിനെ കുറിച്ചിട്ട് ഇന്ന് സൂസൻ ജോർജ് ഒരു സന്ദർഭം ഇന്ന് എഴുതിയത് ഞാൻ വായിക്കുകയുണ്ടായി. അതായത് സൂര്യനെല്ലി പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വി എസ് അവളുടെ വീട്ടിൽ പോകുന്നു. പോയിട്ട് വളരെ രഹസ്യമായിട്ട് അവളുടെ അച്ഛന് ഒരു എമൗണ്ട് കൊടുക്കുന്നു, 1,00,000 രൂപ എടുത്തു കൊടുക്കുന്നു. അപ്പോൾ അവരത് വാങ്ങാൻ മടിച്ചു. കാരണം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൻ്റെ ഇടയിൽ ഈ ഈ ഈ രൂപ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് വേറൊരു കാര്യം. രണ്ടാമതൊരു രാഷ്ട്രീയ നേതാവ് ഇനി വേറെ ഏത് കൊടുക്കാനാവോ എന്നും ശങ്കിക്കാമല്ലോ. പക്ഷെ അവരത് വാങ്ങാൻ മടിച്ചു. പക്ഷെ വി എസ് പറഞ്ഞ വാക്കുണ്ട്, ഇത് നിന്റെ മുത്തശ്ശൻ തരുന്നതാണ്, എൻ്റെ പെൻഷൻ തുക കൂട്ടി വെച്ചുണ്ടാക്കിയ എമൗണ്ടാണ്, ധൈര്യമായിട്ട് നീ ഇത് വാങ്ങിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 1,00,000 രൂപ വി എസ് ആ കുട്ടിക്ക് കൈമാറിയതിന് സാക്ഷിയാണ് സുജ ഇന്ന് എഴുതിയിട്ടുണ്ട്. ഐസ്ക്രീം പാർലർ കേസ് എടുക്കാം നമുക്ക്. ഐസ്ക്രീം പാർലർ കേസിലെ ഞാനും അജിതയും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ സ്ത്രീകളുടെ സംഘം ശരിക്കും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് അജിത കുഞ്ഞാലിക്കുട്ടിയോട് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അധികാര കേന്ദ്രത്തോട് പിന്നെ ഇടയുന്നത് പോലെ തന്നെയാണത് ആ ഫൈറ്റ്. അത്രമാത്രം സഹിച്ചിട്ടാണ് അജിത സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. തീരെ പറ്റാതായപ്പോഴാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവുകയും ചൂലെടുക്കുകയും ചെയ്തത്. ചൂലെടുത്തുകൊണ്ടുള്ള ഞങ്ങളുടെ പ്രകടനം നടത്തിയത് അത്രയും അസഹ്യമായ രീതിയിൽ അജിതയും കൂട്ടരൊക്കെ ആക്ഷേപിക്കപ്പെട്ട ഒരു അവസരത്തിലായിരുന്നു. വി എസ് അച്യുതാനന്ദൻ ആ കേസിന്റെ ഒപ്പമുണ്ടായിരുന്നു. വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം അതിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല വി എസ് ആ നിലപാടെടുത്തതും അതിനുവേണ്ടി മാറാതെ നിന്നതും. വി എസിന്റെ സ്ത്രീപക്ഷ നിലപാടാണ് അത് സൂചിപ്പിച്ചത്. കാരണം ഒരിക്കൽ പോലും അതിൽ വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഞാൻ വയലാർ അവാർഡ് വാങ്ങിയിട്ട് നടത്തിയ പ്രസംഗം കിളിരൂർ ഷാരി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പീഡനത്തെ സംബന്ധിച്ച് ആയിരുന്നു. അന്ന് വി എസ് പാർട്ടിക്കകത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ കിളിരൂർ അനഘ, അങ്ങനെ കുറെ കേസുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ പിന്നെ VIP, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ ടേം തന്നെ. ഒരു VIP വന്നതിന് ശേഷമാണ് ആരാണ് ആ VIP എന്ന് വെളിപ്പെടുത്താൻ ഉള്ള ആവശ്യം ജനങ്ങളിൽ നിന്ന് ഉണ്ടായതൊക്കെ വി എസ് ആണ് അത് അങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാട് പാർട്ടിക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടല്ലേ എന്ന് നോക്കിയിട്ടല്ല. പാർട്ടി രക്ഷിക്കാൻ നോക്കിയാലും അത് അങ്ങനെയല്ലാതെ തൻ്റെ സ്റ്റാൻഡിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നുള്ളത് വളരെ
കാര്യം കുറേ അധികം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതെ, ഇപ്പൊ നമ്മുടെ ആ കിളിരൂർ വിതുര കേസ് പോലെ തന്നെ സ്ത്രീ പിന്നെ വിതുര കേസില് വിതുര കേസ് അതെ. ഉം. വിതുര കേസില് അങ്ങനെ തന്നെയാണ്. അതെ, ഉം. മലയാളത്തിലെ ആ ആ, ആ, പ്രശസ്തനായിട്ടുള്ള നടനെ ഉം. സ്റ്റേജിൽ വെച്ച് പൊന്നാടി അതെ അണിയിക്കണം അതെ. എന്താ പറഞ്ഞപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചല്ലോ. ഉം. ഉം. വിസമ്മതിച്ചത്. അതെ. തന്നെയല്ല അവിടെയൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അപ്പുറത്ത് ഒരു കരുണാമയമായ ഒരു ഹൃദയമുള്ളൊരു മനുഷ്യനെ നമ്മളവിടെ കാണുന്നുണ്ട്. അതെ. ഈ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുടെ നേർക്ക് ഒരു അച്ഛനെ പോലെയോ സഹോദരനെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വേണ്ട, അങ്ങനത്തെ പദങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട, കാരുണ്യമുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ദൃഢനിശ്ചയം വി എസിന് അക്കാര്യത്തിലുണ്ടായിരുന്നു. ഇതാണ് ആദ്യം ഏത് ആ ആ ആദ്യം സാറ ടീച്ചർ വളരെ കൃത്യമായിട്ടാണ് എ കെ ജിയുടെ അമരാവതി സത്യാഗ്രഹത്തിനെ, അതായത് അതെ ആ സ്വന്തം ആ ഹൃദയവും മനസ്സും കാരുണ്യത്തോടു കൂടി പറയുന്ന കാര്യം ആദ്യം ചെയ്യുക, അതിനുശേഷം പാർട്ടിയിൽ അത് റിപ്പോർട്ട് പാർട്ടി ചെയ്യുകയോ അതെ. പാർട്ടിയോട് അത് പറയുക. അതാണ്. അത് അത് നമുക്ക് അറിയാം, അത് അങ്ങനെയാണത്. അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അത് പുറത്തേക്ക് അങ്ങനെ വികാരപരമായിട്ട് പ്രകടിപ്പിക്കുന്ന അല്ല. ഒരാളല്ല. ആ, അദ്ദേഹം പക്ഷെ ചെയ്യേണ്ടത് ചെയ്യുന്നു എന്നുള്ളത് അതെ. തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ. അപ്പോ എനിക്ക് തോന്നുന്നു ആ, സത്യം മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ അത് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് തൻ്റെ രാഷ്ട്രീയ ദൗത്യം എന്ന് വിശ്വസിച്ച ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ. അത് തന്നെയുമല്ല, പാർട്ടി എടുക്കുന്ന നിലപാട് സ്ത്രീവിരുദ്ധമാണ് എങ്കിൽ പാർട്ടിക്കകത്തെ സ്ത്രീകൾ പോലും പലപ്പോഴും സ്ത്രീവിരുദ്ധ നിലപാട് എടുക്കേണ്ടി വരുന്നുണ്ട്. നിശബ്ദരായിക്കൊണ്ട് അത് സ്വീകരിക്കുന്നുണ്ട്. പാർട്ടിക്കകത്തെ വളരെ കൃത്യമായ നിലപാടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്ത്രീകൾ പോലും പലപ്പോഴും സ്ത്രീ വിരുദ്ധമായ നിലപാടിനെ നിശബ്ദമായി അംഗീകരിക്കുന്നുണ്ട്. അതെ. അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. ആ. അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, ഒരു മനസ്സാൽ അംഗീകരിക്കുന്നല്ല, ആ. അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ വി എസിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതെ. ആ ഒരു കാരുണ്യം കൊണ്ടോ എന്തോ അതിനേക്കാൾ ഉപരിയാണ് സത്യം എന്ത് എന്നുള്ളത് ജനങ്ങൾ അറിയണം, സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം, നീതി നടപ്പാക്കപ്പെടണം എന്ന് പറയുന്ന ഉറച്ച ഒരു നിലപാട്. അതെ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ പെമ്പിളെ ഒരുമൈ സമരം നോക്കാം നമുക്ക്. പാർട്ടി ഒരിക്കലും പാർട്ടിക്കാരെ ആ ഭാഗത്തേക്കൊന്നും അടുപ്പിച്ചിട്ടില്ല. അതെ. ഞാൻ ആ സമരത്തില് പങ്കാളിയായതാണ്, ഞാൻ അവിടെ ഉണ്ട്, എന്നെ അവർ സ്വീകരിച്ചതാണ്, ഞാനാണ് അവരുടെ അതിനുശേഷമുള്ള ഒരു എന്താ പറയാ ഒരു മീറ്റിംഗ് ഒക്കെ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ നോക്കുമ്പോൾ ഇടതുപക്ഷത്ത് നിന്നാവട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും അടുപ്പിക്കാത്തൊരു സമരമായിരുന്നു അത്. വി എസിന് മാത്രമാണ് അവിടെ ഒരു അംഗീകാരം കിട്ടിയത് അംഗീകാരം കിട്ടിയത്. കിട്ടിയത് വി എസിനെ അവർ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഒരു CPM കക്ഷിയെ അവർ വിശ്വസിച്ചു അതെ. എന്നുള്ളതിന്റെ ഉത്തരം അത് വി എസ് ആണ് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ അപ്പുറത്തുള്ള അദ്ദേഹത്തിലെ മനുഷ്യസ്നേഹിയുടെ നിലപാടിനെയാണ് അവര് അംഗീകരിച്ചത്. അംഗീകരിച്ചു. ഏറ്റവും ഏറ്റവും നിരന്തരമായിട്ട് നമ്മൾ കേരളത്തിലുടനീളം ഇങ്ങനെ നടന്നിട്ടുള്ള സ്ത്രീകളുടെ നേർക്ക് നടന്നിട്ടുള്ള ചൂഷണങ്ങളും കൊലപാതകങ്ങളും ഇതിനോടൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിന്റെ ഏറ്റവും അവസാനം വളരെ വൈകാരികമായിട്ടുള്ള ഒരു മുഹൂർത്തം നമ്മൾ കാണുന്നത് ടി പി ടി ചന്ദ്രശേഖരൻ പി വധത്തിന് ചന്ദ്രശേഖരൻ. ശേഷം അദ്ദേഹം രമയുടെ അടുത്ത് പോകുന്നതാണ്. പിന്നെ എന്തൊരു എന്തൊരു അതുപോലെ ആ ആ ദിവസമായിരുന്നു. അതുപോലെ ഒരു രാഷ്ട്രീയ സന്ദർഭം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അതെ. വിശ്വസിക്കുന്നത്. അതെ. അതൊരു ആശ്വസിപ്പിക്കലല്ല, അല്ല. അതൊരു ശരിവെക്കലായിരുന്നു. അതെ. ടി പി ശരിയാണെന്നൊരു ടിക്ക് ഇടുന്നത് പോലുള്ള ഒരു പ്രവർത്തനമാണ് വി പ്രവർത്തനമാണ് എസ് അവിടെ ചെയ്തത്. ചെയ്തത്. 86-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിന്ദി പഠിക്കാൻ തീരുമാനിച്ചു. 86-ാമത്തെ വയസ്സിൽ വി എസിനെ ഹിന്ദി പഠിപ്പിച്ച അധ്യാപകൻ ഇന്ന് ദർബാർ ഹാളിൽ വി എസിനെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 86-ാമത്തെ വയസ്സിൽ ഹിന്ദി പഠിക്കാൻ വി എസ് തീരുമാനിച്ചത് ഓർമ്മശക്തി നിലനിർത്താനും ഉം. ഭരണപരിഷ്കാര സമിതി ചെയർമാൻ എന്ന ചെയർമാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓർമ്മശക്തി കുറച്ചുകൂടി വേണമെന്നും അതുകൊണ്ട് ഗുണകരമാകാനും വേണ്ടി 86-ാമത്തെ വയസ്സിൽ ഹിന്ദി പഠിക്കുകയാണ്.
ഇത്രയേറെ സ്വയം നവീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ട്, അത് സ്ത്രീ വിഷയത്തിലായിക്കോട്ടെ, പരിസ്ഥിതി വിഷയത്തിലായിക്കോട്ടെ, അതെ വികസന വിഷയങ്ങളിലായിക്കോട്ടെ, ഡിജിറ്റൽ കാലത്തിൻ്റെ ആയിക്കോട്ടെ, ഈ മനുഷ്യൻ ഇങ്ങനെ സ്വയം നവീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം പാവപ്പെട്ടവൻ്റെ സമരങ്ങളുടെ ഭാഗമാക്കുവാൻ വേണ്ടിയാണ് VS ശ്രമിച്ചതെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ അതെ അതെ. തീർച്ചയായിട്ടും അത് ശരിയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ നമുക്കൊന്ന് നോക്കിയാലേ, ഇന്ന് പത്രങ്ങളിലെല്ലാം തന്നെ വരുന്ന VS നടന്നു പോകുന്നതിന്റെ ഒരു പിൻഭാഗ ദൃശ്യത്തിന്റെ ഒരു ആ, ഫോട്ടോ ഉണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ കരുത്ത് എന്ന് പറയുന്നത്, ആ ശക്തി എന്ന് പറയുന്നത് അപാരമായ ഒന്ന് തന്നെയാണ്. 102 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയുടെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയാണ്. അതെ വളരെ കൃത്യമായ വ്യായാമം ചെയ്യുക, ഭക്ഷണക്രമം പാലിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. ഈ നവീകരിക്കുക എന്ന് പറയുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മാറിയ രീതിയിൽ കമ്മ്യൂണിസത്തെ കാണേണ്ടത് എന്ന് പറയില്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന ഒരു ചിന്തയുടെ ഫലം കൂടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉം. കാരണം വളരെ മെക്കാനിക്കലായിട്ട് യാന്ത്രികമായ ഒരു സമീപനം, വർഗ നിലപാടിൽ എല്ലാം പരിഹരിക്കപ്പെടും എന്ന് പറയുന്ന ഒരു യാന്ത്രിക സമീപനം കൊണ്ട് പുതിയ കാലത്തുണ്ടാകുന്ന വിവിധ വൈജ്ഞാനിക മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, സാമൂഹിക രംഗത്തുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ഉം. ഇതിനെയൊന്നും അഭിസംബോധന ചെയ്യാൻ ഈ കേവലം യാന്ത്രികമായ ഒരു വർഗ നിലപാടിൽ സാധ്യല്ല എന്നുള്ളതും കൂടി VS മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ വിഷയങ്ങളിൽ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു അനുതാപം, അദ്ദേഹത്തിനുണ്ടായിരുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട്. അതേസമയം പരിസ്ഥിതി വിഷയങ്ങളിൽ ഒരുപക്ഷെ ഒരു 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 മലക്കമർച്ചിൽ പോലെയാണ് VS പരിസ്ഥിതി വിഷയങ്ങളിൽ പിന്നീട് നമ്മൾ കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും അതൊരു മലക്കമർച്ചിൽ തന്നെയാണ്. ഉം. അതിലെ മൂന്നാറിലൊക്കെ ഇപ്പൊ നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ ഈ 86ാമത്തെ വയസ്സിൽ ഹിന്ദി പഠിക്കാൻ എടുത്ത ആ ഒരു ഇതുപോലെ തന്നെ മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂസമരങ്ങൾ നടക്കുമ്പോൾ മൂന്നാറിലെ കല്ലും മുള്ളും ചവിട്ടി പോകുന്ന ആ വൃദ്ധനെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ അതെ വിചാരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ഒരു ഇഞ്ച് ഭൂമി, ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു ഇഞ്ച് ഭൂമി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് പിടിച്ചെടുത്തിരിക്കും എന്നൊരു ദൃഢനിശ്ചയം അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു അത് എന്നും നമുക്ക് അറിയാം. അതെ പാരിസ്ഥിതിക സംരക്ഷണം എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ അനിവാര്യമായിട്ടുള്ള ആവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവിൽ നമ്മുടെ വയലുകളും അതെ കൃഷിഭൂമിയും ഒക്കെ അതെ ഞാനിപ്പോ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എത്ര സമരങ്ങളിലാണ് VS പങ്കെടുത്തുള്ളത്, ചെറുതും വലുതുമായിട്ടുള്ള അതെ. ഇന്ന് വയൽ ഇന്ന് സുനിൽ സമരം. ഇന്ന് സുനിൽകുമാർ അതേക്കുറിച്ച് പറഞ്ഞു, ഈ വയൽ അതെ നികത്തുന്നത്. തീർച്ചയായിട്ടും. ഉം. ഇപ്പൊ മുരിയാട് ഉം. സമരത്തിലെ വർഗീസ് തൊടുപറമ്പിൽ എന്ന് പറയുന്ന ഒരാളാണ് തീർച്ചയായിട്ടും CPM-നെ അനുകൂലിക്കാത്ത നിലപാടുള്ള ഒരു തീവ്ര നിലപാടുള്ള ഒരാളാണ് തൊടുപറമ്പിൽ. വർഗീസ് തൊടുപറമ്പിൽ നടത്തിയ സമരം, ആ സമരത്തിലേക്ക് VS വരികയാണ്. പിന്നെ എന്താ പറയാ, മുരിയാട് സമരത്തിലേക്ക്, കർഷക സമരം വൻ വിജയമായ ഒരു സമരമാണത്. ആ സമരത്തിലേക്ക് VS അച്യുതാനന്ദൻ വരുമ്പോൾ അദ്ദേഹം CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് എന്നുള്ളതൊന്നല്ല അദ്ദേഹത്തിന്റെ വിഷയം. കർഷകരുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആര് സമരം നടത്തുന്നു എന്നുള്ളതല്ല വിഷയം. ഇപ്പൊ ഞാനത് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവാണ്. ആശാസമരം SUCI നടത്തുന്നതാണ്, അതുകൊണ്ട് ആശാസമരം ശരിയല്ല എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇത് അതെ ഓർക്കുന്നത് എന്നുള്ളതിന് വളരെ പ്രസക്തിയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ. അതും ഈ സമരം ബി എസ് ആ കഴിഞ്ഞ 2 കൊല്ലമായി ആ, അർത്ഥബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലോ ആയതുകൊണ്ട് മാത്രമാണ് ആശാസമരത്തിന് അനുകൂലമായിട്ട് അദ്ദേഹം ഒരു തീർച്ചയായിട്ടും പത്രസമ്മേളനം നടത്താതിരിക്കുകയോ ഒക്കെ ചെയ്തത്. നടത്താതിരുന്നത്. അതെ തീർച്ചയായിട്ടും VS ഉണ്ടായിരുന്നെങ്കിൽ ആശാസമരത്തോട് ഏത് രീതിയിലായിരിക്കും അദ്ദേഹം നിലപാടെടുക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ അന്ന് വർഗീസ് തൊടുപറമ്പിൽ എന്ന് പറയുന്ന ഒരു CPM അല്ലാത്ത ഒരു വ്യക്തി നടത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു കർഷക സമരത്തിലേക്ക് VS എത്തുകയാണ്. അതേസമയം ഇപ്പുറത്ത് പിന്നെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണെന്നാണ് എൻ്റെ വിചാരം, ഒരു വയൽ നികത്തൽ സമരം ഉണ്ടായി. വയൽ നികത്തി 5.5 ഏക്കറോളം വരുന്ന വയലിൽ മണ്ണിട്ട് നികത്തിയ മണ്ണ് അങ്ങനെ തന്നെ എടുപ്പിച്ചു അവിടുന്ന്. ആ മണ്ണ് മുഴുവനും കോരി മാറ്റാൻ കൽപ്പിച്ചു.
ഓരി മാറ്റുക തന്നെ വേണം, യാതൊരു മാർഗവുമില്ല. അത് ടൈം ബൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തത്. ഇത്ര സമയത്തിനുള്ളിൽ ഈ മണ്ണ് കോരി മാറ്റിക്കൊള്ളണം എന്നാണ്. ആ മണ്ണ് മുഴുവനും വയൽ നികത്തുന്നതിന് വേണ്ടി 5.5 ഏക്കറിൽ കൊണ്ടിട്ട മണ്ണ് മുഴുവനും, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല കേട്ടോ, ഉം. അത് മുഴുവനും കോരി മാറ്റുകയുണ്ടായി. അതുപോലെ ലാലൂർ സമരത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒന്നും CPM-കാരല്ല, മറിച്ച് ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന, പിന്നെ പാരലായിട്ട് പ്രവർത്തിക്കുന്ന ജനകീയ സമരക്കാരും മനുഷ്യാവകാശ സമരക്കാരും അങ്ങനെയൊക്കെ തുടങ്ങി, ആ, ആ, എന്താ പറയുക, ഇഷ്ടമില്ലാത്ത ആളുകൾ എന്ന് പറയില്ലേ നമ്മൾ, അതെ. പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ, ആ. അങ്ങനെയുള്ള ആളുകളുടെ ചെറു ഗ്രൂപ്പുകളാണ് ലാലൂർ സമരം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ ലാലൂർ സമരത്തില് വളരെയധികം സപ്പോർട്ട് കൊടുത്ത് പിന്നെ VS അതിന് ശ്രമിക്കേണ്ടായി. അതേപോലെ നടന്നിട്ടുള്ള നിരവധി കർഷക സമരങ്ങളിലും ഒക്കെ തന്നെ അദ്ദേഹം പാരിസ്ഥിതികമായിട്ടുള്ള വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മറ്റൊന്നും നോക്കാതെ, തൻ്റെ പാർട്ടിക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ എന്ന് നോക്കാതെ ആദ്യം ഇടപെടുകയും പിന്നെ പാർട്ടിക്കകത്ത് പോയി അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്ന അതെ. ഒരു ശൈലി അതെ. ഒരു അതെ. ശൈലി അദ്ദേഹം സ്വീകരിച്ചു. അവിടെ പോയി പിന്നെ ഈ അത് പ്രവർത്തനങ്ങളുടെ എല്ലാം ആ, പ്രതിഫലം, അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഗുണഫലം VS അനുഭവിക്കാതെ VS റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്ക് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുകയും കൂടെ ചെയ്യുക. അതാണ്. ശ്രമിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇത് അതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ്, ആ. CPM ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്ന രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൂടി അദ്ദേഹം ശ്രമിച്ചിരുന്നു. ശ്രമിച്ചിട്ടുണ്ട് എന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. അത് തന്നെ സത്യം. അതാണ്. അതെ. അത് ഇപ്പൊ തന്നെ. പ്ലാച്ചിമട സമരത്തിലെ ഒക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം, പ്ലാച്ചിമട സമരത്തിലെ ആ സാന്നിധ്യം മാത്രമല്ല, പ്ലാച്ചിമട സമരത്തിന് ശേഷം നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പിന്നെ ഒരു പഠന സംഘത്തെ തന്നെ വെച്ച് അതിന്റെ കണക്കെടുക്കാനായിട്ട് VS തയ്യാറായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ നഷ്ടപരിഹാരത്തിനുള്ള ഒരു ട്രിബ്യൂണൽ അത് അതൊക്കെ തന്നെ VS വളരെ ആർക്കും ചെയ്യാൻ പിന്നെ ധൈര്യം വരാത്ത ചില സംഗതികളൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഏം, നിത്യ സമര സഖാവ് എന്ന് പറയുന്ന ഒരുതരം എന്താണ് നിതാന്ത അല്ലെങ്കിൽ നിരന്തര പ്രതിപക്ഷം എന്ന് പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തില് ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ തന്നെ ഒരു റിബൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഈ ഞാൻ എപ്പോഴും ഇന്നത്തെ ഈ അന്ത്യയാത്ര റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് VS എങ്ങനെ ഈ പുതിയ തലമുറയിൽ ജീവിക്കുന്നു എന്നുള്ളത്. ചെറുപ്പക്കാരുടെ വലിയ പ്രതികരണം, ചെറുപ്പക്കാർ വലിയ കരഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് VSന് വിളിക്കുന്നത്, ചെറുപ്പക്കാരിലാണല്ലോ റിബലുകൾ കൂടുതലുള്ളത്. അതെ, പക്ഷേ ഈ അതെ, അതെ. 100-ാമത്തെ ഏതാണ്ട് 96 വയസ്സ് വരെ റിബലായിട്ട് തുടർന്ന ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് നമുക്ക് VSനെ കാണാം. തീർച്ചയായിട്ടും നമ്മുടെ ചെറുപ്പക്കാര് എന്ന് പറയുമ്പോഴേ വളരെ അസംതൃപ്തരായിട്ടുള്ള ആ, ഒരു വൻ സമൂഹം ആണ്. ആ അസംതൃപ്തി അവർക്ക് വന്നത് അവർക്ക് പ്രതീക്ഷയില്ലാത്ത വിധത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപജയപ്പെടുന്നതുകൊണ്ടാണ്. ഉം. ആ അപജയത്തിന്റെ ഉള്ളിൽ കൂടെ അവർ നോക്കുമ്പോൾ കാണുന്ന ചില പ്രകാശകിരണങ്ങൾ പോലെ അവർക്ക് കാണാനും കണ്ടെത്താനും സാധിക്കും. അത് അവര് ചരിത്ര ബോധമില്ലാത്തവരാണെന്നോ, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടില്ലാത്തവരാണെന്നോ, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പഴയ ആ, ഉം, പ- പ്രായമുള്ള സഖാക്കളെ പോലെ തിരിച്ചറിവില്ലാത്തവരാണെന്നോ നമ്മൾ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ അടുത്ത് ഉം. ഉയർന്നു വന്ന വേടൻ എന്ന് പറയുന്ന അതെ. ചെറുപ്പക്കാരന്റെ പാട്ട് 5 വയസ്സുള്ള കുട്ടി തൊട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെ. 5 വയസ്സുള്ള കുട്ടി, അവൻ എന്തർത്ഥം അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവൾക്ക് എന്തർത്ഥം അറിഞ്ഞിട്ടാണ് ഓടിക്കൂടുന്നത്? അതെ. പ്രതീക്ഷയാണ് അവിടെ. അതെ. പ്രതീക്ഷ. പ്രതീക്ഷ, മാറ്റമുണ്ടാകുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷയിലാണ് ഓടിക്കൂടല്. അപ്പോൾ VSനെ സംബന്ധിച്ചിടത്തോളം VS എന്തു ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്ന യുവാക്കള് ആണ് നമ്മുടെ യുവാക്കൾ എന്നുള്ളത് യുവാക്കള്. ഉം. നമുക്ക്. ഉം. പക്ഷെ അവർക്ക് ആ ആ യുവാക്കളെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയമായി വളർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കിന്നില്ല. ഈ പാർട്ടികളുടെ ബലാബലം പരീക്ഷിച്ചത് നമ്മുടെ ക്യാമ്പസുകളിലായിരുന്നു. നമ്മുടെ ഉം. ക്യാമ്പസുകളിൽ അവരുടെ ബലാബലം പരീക്ഷിക്കുകയും കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പോവുകയും ചെയ്തതിന്റെ അനന്തരഫലമായിട്ടാണ് പാർട്ടി ക്യാമ്പസിനകത്ത് രാഷ്ട്രീയം നിരോധിച്ചത്. ഉം. ഏറ്റവും വലിയ തെറ്റും ഏറ്റവും വലിയ നഷ്ടവും നമുക്കതാണ്. സാമൂഹികമായി നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം അതാണ്. അതെ. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം പാടില്ല എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയായി വോട്ടവകാശമുള്ള മനുഷ്യര്
പിന്നെ പ്രവർത്തിക്കുന്ന ഇടമാണ് ക്യാമ്പസുകൾ. വിദ്യാർത്ഥികളാണ് എന്നതുകൊണ്ട് മാത്രം അവർക്ക് രാഷ്ട്രീയ ബോധമില്ല എന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമില്ല എന്നോ വില കൽപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം അവിടെ പാടില്ല എന്ന് പറയുന്നത്. അവര് കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് പോയി എന്നാണ് അവിടെ കാരണം പറഞ്ഞത്. കൊലപാതക രാഷ്ട്രീയം ആരുടെ സൃഷ്ടിയാണ്? അപ്പോ യുവാക്കൾ വി എസിന്റെ വിലാപയാത്രയിലേക്ക് ഓടിക്കൂടുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ തിരിച്ചറിയാൻ ഉള്ള ശ്രമം അവർ നടത്തി എന്നുള്ളത് തന്നെയാണ്. എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാഠങ്ങൾ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാഠങ്ങളിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മതേതര പാഠങ്ങളും നിലപാടിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ വി എസ് അച്യുതാനന്ദൻ സമീകരിച്ചത് വഴി ഇന്നത്തെ ഇന്ത്യയിൽ വി എസിന് അക്കാര്യത്തിൽ ഒരു തെറ്റുപറ്റി എന്നൊരു നിരീക്ഷണമുണ്ട്. അത് ഞാൻ എൻ്റെ ബോധ്യത്തിൽ വന്നിട്ടില്ല. ഇല്ല, ഞാൻ നോക്കുമ്പോൾ കാണുന്നത് പിന്നെ പശുവാണ് നിന്റെ മാതാവ് എങ്കിൽ കാളയാണോ നിന്റെ അച്ഛൻ എന്ന് ചോദിക്കുന്ന വി എസിനെയാണ്. വി എസിന് അതെ. ഈ പറഞ്ഞ മാതിരി ഒരു സൂക്ഷ്മതലത്തിലേക്ക് പോയിട്ട് വി എസിനെ ആ രീതിയിൽ ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടും എ കെ ഗോപാലനൊക്കെ അവർ മലബാറിൽ നിന്നുള്ളവരായിരുന്നു. ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാരെല്ലാവരും മാതൃസംഘടനയിൽ CPIയിൽ ഉറച്ചു നിന്നവരാണ്. അത് ആർ സുഗതനായിക്കോട്ടെ, ടി വി തോമസ് ആയിക്കോട്ടെ. അന്ന് പാർട്ടി ആലപ്പുഴയിലെ ഈ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഈ തൊഴിലാളി നേതാവിൻ്റെ പിന്നിൽ ആലപ്പുഴയിലെ തൊഴിലാളികൾ അണിനിരക്കുകയും CPM ആലപ്പുഴയിൽ ശക്തിയാർജിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിന് സമാനമായി ഒരു 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 അധ്യായം കേരളത്തിലില്ല. അത്രമാത്രം വലിയൊരു സംഘടനാ പാഠവും കൂടി വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഉപരിയായി ഒരു വലിയ സംഘടനാ പാഠവും സ്വന്തമായിട്ടുണ്ടായിരുന്ന വലിയ നേതാവ് കൂടിയായിരുന്നു വി എസ് എന്ന് ഓർക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും. എം.എൻ. വിജയൻ സാർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ആനപ്പുറത്തു നിന്ന് ഇറങ്ങിയാൽ ജനഹൃദയങ്ങളിലൂടെ നടക്കാം. അതാണ് എസ് ഒരിക്കലും ആനപ്പുറത്ത് ഇരുന്നിട്ടില്ല. അദ്ദേഹം ജനഹൃദയങ്ങളിൽ നടക്കുക തന്നെയായിരുന്നു. അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചാൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാൻ ജനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം വിമർശനങ്ങൾക്ക് അതീതനാണ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകന്റെ അച്ചടക്കത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എപ്പോഴൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ അവിടെ എത്തുന്നതിനും വേണ്ടി കാല് തേയാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹം ആടയാഭരണങ്ങൾ അണിഞ്ഞിട്ടോ കിരീടം ചൂടിയിട്ടോ അല്ലെങ്കിൽ രഥയാത്ര ചെയ്തിട്ടോ നമ്മൾ കണ്ടിട്ടില്ല. വി എസ് അച്യുതാനന്ദനെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഒരു സാധാരണക്കാരന്റെ കയ്യിൽ കൊണ്ടെടുത്ത് ഒരു ടീഷർട്ട് ഇട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, വി എസ് അച്യുതാനന്ദനെ മലയാളി കേരളത്തിലെ സാധാരണക്കാരൻ കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈ ജരാനരകളോ വാർദ്ധക്യമോ ബാധിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ യാതൊരു മാറ്റവും വന്നില്ല. അങ്ങനെ സസ്റ്റെയിൻ ചെയ്തു പോയ ഒരു ശരീരഭാഷയും ശരീരവും ഭാഷാശൈലിയും എല്ലാം അതുപോലെ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഇതൊരു വൈകാരിക മുഹൂർത്തമാണ്. വി എസ് ഇനി മുതൽ നമ്മോടൊപ്പം ഇല്ല. സാറ ടീച്ചർ ഇത്രയും പാഷനേറ്റ് ആയിട്ട് ആഴത്തിൽ ഈ പോഡ്കാസ്റ്റിൽ വി എസിനെ കുറിച്ച് പറഞ്ഞതിന് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഞാൻ ഹൃദയംഗമമായ ആത്മാർത്ഥമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഐ എം താങ്കിങ് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. താങ്ക് യു സർ.